കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ നിന്ന് 14 കിലോമീറ്റർ അകലെ തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ പുലിയൂർകുറിച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ടയുടെ ചരിത്രവും സവിശേഷതകളും ഇന്നു കാണാം. ഉദയഗിരി കോട്ട ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ ഭൂതകാലത്തിന്റെ തെളിവായി നിലനിൽക്കുന്നു. കരിങ്കല്ലിൽ തീർത്ത മതിലുകളാണെങ്കിലും കോട്ടയുടെ പ്രവേശന കവാടം മരത്തിൽ പണിത നല്ല ഉയരത്തിലുള്ളതും മനോഹരവുമാണ്. പ്രവേശന കവാടത്തിന് സമീപമുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റുകൾ ലഭ്യമാണ്. ഉദയഗിരി കോട്ടയെ തമിഴ്നാട് വനംവകുപ്പ് ഒരു ജൈവ വൈവിധ്യ പാർക്കാക്കി മാറ്റി. അതിന്റെ ചരിത്ര സ്ഥലങ്ങൾ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലുമാണ്. പ്രവേശന കവാടത്തിന് സമീപം 3 ചെറിയ വഴികളായി തിരിയുന്നത് കാണാം. ഇടതുവശത്തെ പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ തമിഴ്നാട് വനംവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിനി സൂ കാണാം. മുയലുകൾ, പ്രാവ്, മരപ്പട്ടി, പാമ്പുകൾ എന്നിവ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനു തുടർച്ചയായി മറ്റൊരു ഭാഗത്തായി മാനുകൾ, മയിലുകൾ എന്നിവയും കാണാം. അതിമനോഹരമായ തടാകവും ഇവിടെ കാണാവുന്നതാണ്. ധാരാളം മരങ്ങൾ നിറഞ്ഞതും കുളിർമ നൽകുന്നതുമാണ് ഇവിടം. ഫോട്ടോഷൂട്ടിന് പറ്റിയ പല സ്ഥലങ്ങളും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് ഏറെ സന്തോഷം പകരുന്ന തരത്തിൽ വിശാലമായ പാർക്കും സജ്ജമാക്കിയിട്ടുണ്ട്. അപ്രകാരം എല്ലാ പ്രായക്കാരെയും ഉന്മേഷഭരിതരാക്കുന്ന ചുറ്റുപാടാണിവിടം. വളരെ പഴക്കമാർന്ന ധാരാളം മരങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. പ്രവേശന കവാടത്തിൽ നിന്നും നേരെ കിടക്കുന്ന വഴിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഡിലനോയുടെയും പല ചരിത്രകാരന്മാരുടെയും കല്ലറകൾ കാണാം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1600-ാം ആണ്ടിൽ വേണാട് രാജാവായ വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട ആദ്യമായി മണ്ണുകൊണ്ട് നിർമ്മിച്ചത്. പിന്നീടത് 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ഇതിനെ പുനർനിർമ്മിച്ചു. 260 അടി ഉയരമുള്ള ഒറ്റപ്പെട്ട ഒരു കുന്നുൾപ്പെടെ ഏകദേശം 90 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു ഇവിടം. 1741-44 കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഫ്ലമിഷ് നാവിക കമാൻഡറും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ തലവനുമായി സേവനമനുഷ്ഠിച്ച യൂസ്റ്റാച്ച് ഡിലനോയുടെ മേൽനോട്ടത്തിൽ കോട്ട പുനർനിർമ്മിച്ചു. ആദ്യകാലങ്ങളിൽ കോട്ടയ്ക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ടായിരുന്നു. ടിപ്പു സുൽത്താനെതിരായ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട തടവുകാരെ കുറച്ചുകാലം കോട്ടയിൽ തന്നെ തടവിലാക്കി. 1810-ൽ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ ഒരു കലാപം അടിച്ചമർത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം കേണൽ ലഗറിന്റെ നേതൃത്വത്തിൽ ആരംപോളി ചുരം, അതായത് ആരൽവായ് മൊഴി വഴി തിരുവിതാംകൂറിലേക്ക് മാർച്ച് ചെയ്തു. പിൽക്കാല വർഷങ്ങളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ കോട്ടയിൽ നിലയുറപ്പിച്ചിരുന്നു. ഡിലനോയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകന്റെയും ശവകുടീരങ്ങൾ ഇപ്പോഴും കോട്ടയിൽ ഭാഗികമായി തകർന്ന ഒരു ചാപ്പലിനുള്ളിൽ കാണാം. ഡിലനോയുടെ മൃതദേഹം കോട്ടയ്ക്കുള്ളിൽ അടക്കം ചെയ്തു. അദ്ദേഹത്തിന്റെ ശ്മശാന സ്ഥലത്ത് ഒരു ചാപ്പൽ പണിതു. ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ കല്ലറയിൽ തമിഴിലും ലാറ്റിനിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് സമീപം തന്നെ ഭാര്യയുടെയും മകന്റെയും ശവകുടീരങ്ങൾ കാണാം. പ്രവേശന കവാടത്തിന് വലതുഭാഗത്തായി കോട്ടയുടെ മറ്റൊരു ഭാഗം കാണാനാകും. യുദ്ധത്തിനായി സൈന്യത്തെ ഒരുക്കുന്ന ഭാഗമായിരുന്നു ഇത്. സുപ്രധാനമായ പല ചരിത്ര സംഭവങ്ങൾക്കും സാംസ്കാരിക കൈമാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇവിടം. പല ചരിത്ര പ്രമുഖരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഇവിടം തികച്ചും ശാന്തസുന്ദരമാണ്. മുഖ്യ കവാടത്തിനരികെ ചെറിയൊരു അമ്പലവും കാണാം. ഇന്നും വിനോദസഞ്ചാരികൾക്കും ചരിത്രപ്രേമികൾക്കും കോട്ട ഒരു ജനപ്രിയ സ്ഥലമായി തുടരുന്നു. ജൈവ വൈവിധ്യ പരിപാലനയ്ക്ക് കോട്ടം തട്ടാത്തവണ്ണം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇവിടം നാം കണ്ടിരിക്കേണ്ട ഒന്നു തന്നെയാണ്. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ്.